ഹലോ മച്ചാന്മാരെ, അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന കഥ മിസ്റ്ററി, ത്രില്ലർ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കഥ തന്നെയാണ്. കഥയുടെ തുടക്കത്തിൽ തന്നെ വ്യത്യസ്തമായ ഒരു സംഭവം കാണിച്ചുകൊണ്ട് അങ്ങ് തുടങ്ങും. പിന്നീട് ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും എന്തായിരിക്കും ഇങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കും. കഥ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, ഒരു സ്കൂളിലെ ഒരു കുട്ടി ലൂക്ക എന്നാണ് പേര്. 7-8 വയസ്സുണ്ടാവുള്ളൂ. അവന്റെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം കാരണം, വ്യത്യസ്തം എന്നൊന്നും പറഞ്ഞാൽ മതിയാവുമെന്ന് അറിയില്ല, നിഗൂഢമായിട്ടുള്ള പെരുമാറ്റം കാരണം അവന്റെ ടീച്ചർ അതിന്റെ പിന്നിലെ രഹസ്യം അന്വേഷിച്ച് അവനെ കുറിച്ച് അന്വേഷിച്ച് അവന്റെ വീട്ടിലേക്ക് പോവാണ്. ഞെട്ടിച്ച് കളയുന്ന സത്യങ്ങളായിരുന്നു അവരവിടെ വെച്ച് പിന്നീട് മനസ്സിലാക്കിയത്. എന്തായിരുന്നു ആ കാര്യങ്ങൾ? അതുപോലെ തന്നെ ആ നാട്ടില് ദുരൂഹമായിട്ട് നടക്കുന്ന ഓരോ സംഭവങ്ങള് എല്ലാത്തിന്റെയും ഉത്തരം ഒന്നായിരുന്നു. എന്നാൽ നമുക്ക് നേരെ ആ കഥയിലേക്ക് അങ്ങ് പോയാലോ? അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഒരു അടിപൊളി കഥ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്നാണ് കഥയുടെ പേര്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ചെന്ന് കാണുക, മറക്കല്ല കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഈ കഥയിലേക്ക് അങ്ങ് പോകാം. വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. പോകാം നമുക്ക് കഥകളുടെ ആ മായ ലോകത്തിലേക്ക്. ഒരു നദി, അതിന്റെ അരികിലെ ഒരു പഴയ ബിൽഡിംഗ്, ഇത് കാണിച്ചുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. ഇപ്പൊ അതിലൂടെ ചെറിയൊരു പയ്യൻ, 7-8 അത്ര വയസ്സുണ്ടാവുള്ളൂ. അവനിങ്ങനെ നടക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിൽ പോയിട്ട് വിളിക്കുകയാണ് കേട്ടോ. അതേസമയം തന്നെ അവന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വരികയാണ്. അവന് വിളിക്കാണ്, ലൂക്ക വെറുതെ കുരുത്തക്കേട് കളിക്കരുത് കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ തന്നെ ഇരിക്കണമെന്ന്, പിന്നെ എന്തിനാ നീ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? അത് അച്ഛാ, ഞാൻ വ്യത്യസ്തമായ ഒരു ശബ്ദം കേട്ടു, അത് നോക്കി പോയതാണെന്ന് ഇപ്പൊ ലൂക്കയും പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ അവന്റെ അച്ഛൻ പറഞ്ഞിട്ട്, മോൻ ഇവിടെ തന്നെ ഇരിക്കുക, അച്ഛൻ എന്തായാലും പോയിട്ട് ഉള്ളിൽ ആ ഒരു ജോലിയൊക്കെ തീർക്കട്ടെ, എന്നിട്ട് വരാം. അങ്ങനെ ഇപ്പോ അവന്റെ അച്ഛന്റെ പേര് ഫ്രാങ്ക് എന്നാണ് കേട്ടോ. ഫ്രാങ്ക് ഇപ്പോ ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് പോവാണ്. എന്തോ ഒരു എന്താ പറയാ നിഗൂഢമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണത്. അതിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ഇരുട്ടുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ തലയിലൊക്കെ വെക്കുന്ന ടോർച്ചില്ലേ, അതുമായിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത്. അവിടെ ഇപ്പൊ മറ്റൊരാൾ കൂടെ ഉണ്ട്. അവർ രണ്ടുപേരും കൂടെ ജോലി ചെയ്യുമ്പോൾ അവർ ആ ഒരു ശബ്ദം വീണ്ടും കേൾക്കുകയാണ്. അതായത് ലൂക്ക നേരത്തെ കേട്ടില്ലേ, അതുപോലെയുള്ള ഒരു ശബ്ദം. എന്താണ് ശബ്ദം? ഇതുവരെ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് ഇവർ രണ്ടുപേരും, അതായത് ഫ്രാങ്കും ഫ്രാങ്കിന്റെ കൂടെയുള്ള ആളും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. ആ ഒരു ശബ്ദം കേട്ട ഭാഗത്ത് അവിടെ എത്തിയപ്പോ തന്നെ ആ ശബ്ദത്തിന്റെ ആ ഒരു ഇന്റൻസിറ്റി ഉണ്ടല്ലോ, അത് കൂടി വരികയാണ്. പെട്ടെന്ന് എന്താണെന്ന് അറിയില്ല, ഇരുട്ടിന്റെ മറവിൽ നിന്നും എന്തോ ഒന്ന് വന്ന് ഇവർ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്യാണ് കേട്ടോ. ഇവരുടെ നിലവിളി മാത്രമാണ് പിന്നീട് കേൾക്കുന്നത്. കുറെ നേരം കഴിഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഉള്ളിലേക്ക് പോയിട്ട് ഇത്രയും നേരമായിട്ട് തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ അച്ഛനെ നോക്കാനായിട്ട് നമ്മുടെ ലൂക്ക പതിയെ ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് പോവാണ്. പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു എന്നൊന്നും കാണിക്കുന്നില്ല. ഇവിടെയാണ് ഈ പടത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, ആൻഡ് ലവ്. അങ്ങനെ ഇപ്പൊ ഏകദേശം 2-3 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ കഥയുടെ ഹീറോയിനെ കാണിക്കുകയാണ്. അവളുടെ പേരാണ് ജൂലിയ. ജൂലിയക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് നമുക്ക് വൈകാതെ തന്നെ മനസ്സിലാക്കാം. അവളിപ്പോ ജോലി ചെയ്യുന്നത് ഒരു ചെറിയ സ്കൂളിലാണ്. ഇപ്പൊ സ്ഥലമാറ്റം മേടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ ജൂലിയ ക്ലാസ് എടുക്കുന്നതൊക്കെ നിരീക്ഷിക്കാനായിട്ട് പ്രിൻസിപ്പൾ ഒരു ലേഡിയാണ് കേട്ടോ. അവരവിടെ തന്നെ ഉണ്ട്. ആ ക്ലാസ്സിൽ തന്നെയാണ് നായകനായിട്ടുള്ള ലൂക്ക ഉള്ളത്. ഇപ്പൊ ജൂലിയ ഈ മിത്തുകള്, പുരാണങ്ങള്, അങ്ങനെയുള്ള ഓരോ കഥകളൊക്കെ ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതേസമയം തന്നെ ലൂക്കയോട് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു പയ്യൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. കൊക്രികൾ കാട്ടുക എന്ന് പറയില്ല, അതുപോലെ ഓരോ പാവനൊക്കെ കാട്ടിയിട്ട് അവനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ ക്ലാസ് ഏകദേശം തീരാനായിട്ടുണ്ട്. ഇപ്പൊ ടീച്ചർ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു വർക്ക് കൊടുക്കുകയാണ്. അതായത് അടുത്ത ദിവസം വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും നല്ലൊരു കഥ തയ്യാറാക്കിയിട്ട് വരണം. നല്ലൊരു അടിപൊളി പേടിപ്പിക്കുന്ന മിത്തൊക്കെ ആയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു കഥകൾ എന്താ ഇഷ്ടമല്ലേ? കുട്ടികൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ക്ലാസ് എല്ലാം തീർന്നിട്ട് എന്താ പറയാ പുറത്തേക്ക് പോവാണ്. ഇപ്പൊ ലൂക്ക അവന്റെ ആ ഒരു ബാഗ് തുറന്നു നോക്കുമ്പോൾ അവനെ നേരത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ആ ഒരു പയ്യനില്ലേ, ആ പയ്യൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പാവക്കുട്ടിയെ അവന്റെ ബാഗിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലൂക്ക് ഇപ്പൊ ആ പയ്യനെ വളരെ രൂക്ഷമായിട്ട് തന്നെ നോക്കുന്നുണ്ട്. പയ്യനാണെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ പിന്നെയും കോക്കറികൾ കാട്ടിയിട്ട് അവനെ ചൊടിപ്പിക്കുകയാണ്. ആ ഒരു അമർഷപ്പ് ലൂക്കയുടെ മനസ്സിലുണ്ട്. അവനിപ്പോ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അവൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നദിയുടെ കരയിലായിട്ട് ഒരു അണ്ണാനെ കാണുകയാണ്. നിലത്തുനിന്നൊരു കല്ലെടുത്തിട്ട് അതിനെ തല്ലി കൊല്ലുകയാണ് കേട്ടോ. അതൊന്നും കാണിക്കുന്നില്ല, പക്ഷെ അത് ചെയ്തിട്ടുണ്ട്. കാരണം അവൻ നടന്നു പോകുമ്പോൾ ചത്ത ആ അണ്ണാനിപ്പോ അവന്റെ കയ്യിലുണ്ട്. ഇങ്ങനെയാണ് ഈ ലൂക്കയുടെ ഓരോ പ്രവൃത്തികളും. മനസ്സിലാവില്ല അവൻ എന്താണ് ഈ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെയെല്ലാം കാട്ടിക്കൂട്ടുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതിന്റെ പിന്നിൽ ഒരു നിഗൂഢതയുണ്ട്, ദുരൂഹതയുണ്ട്. അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അവൻ പിന്നീട് അവന്റെ വീട്ടിലെത്തുകയാണ് കേട്ടോ. ഒരൊറ്റപ്പെട്ട വീട് തന്നെയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഹീറോ ആയിട്ടുള്ള ജൂലിയാണ്. അവൾ ഇപ്പോൾ ഉള്ളത് ഒരു സൂപ്പർ മാർക്കറ്റിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അവൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നാണ് മദ്യപാനശീലം. അതിപ്പോ എങ്ങനെയൊക്കെയോ അവൾ പതിയെ കൺട്രോൾ ചെയ്ത് ഒഴിവാക്കി കൊണ്ടുവരികയാണ് കേട്ടോ. ആ ഒരു മാർക്കറ്റിൽ നിന്നും അവൾക്ക് അത് എടുക്കണമെന്നുണ്ട്. പക്ഷേ എന്താ പറയാ, അത് പിടിച്ചു നിന്ന് അവൾ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ്. പിന്നീട് അവൾ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. രാത്രി ആയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ അനിയനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ, അവന്റെ പേര് പോൾ എന്നാണ് കേട്ടോ. അവരിപ്പോ വന്നിട്ട് ഓരോ കാര്യങ്ങൾ
കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അവന്റെ മുറിയിലേക്ക് പോവാണ്. ജൂലി ആ സമയത്തെല്ലാം അവളുടെ ചെറുപ്പകാലത്തിലുള്ള ഓരോ അനുഭവങ്ങൾ ആരോ പേടിച്ച് ഭയന്നിരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ചുമരില് അവളുടെ അച്ഛന്റെയും അമ്മന്റെയും അനിയന്റെയും ഇവളുടെ ഒരു ഫോട്ടോ ഉണ്ട്. അത് അവൾ എടുക്കുകയാണ്. എന്നിട്ട് അതെന്താ പറയാ മറച്ചു വെക്കാണ്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവളുടെ ചെറുപ്പകാലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് ലൂക്കയാണ് കേട്ടോ. അവനിപ്പോ അവന്റെ ഫാമിലി ഫോട്ടോ അമ്മയുടെ അച്ഛന്റെ ഒരു അനിയനും കൂടി ഉണ്ട് കേട്ടോ. ആ ഒരു ഫോട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എന്തോ ഒരു ദേഷ്യം അവന് വന്നിട്ട് അവന്റെ ബാഗിൽ നിന്നും ആ ഒരു പയ്യനിട്ട് വെച്ച ആ ഒരു ബാവക്കുട്ടി ഉണ്ടല്ലോ അതിനെടുത്തിട്ട് അതിന്റെ തലകിനെ അറുത്ത് മുറിച്ച് കളയാണ്. അതേസമയം തന്നെ ഇവൻ കിടക്കുന്ന മുറിയുടെ പുറത്തു നിന്നും എന്തോ ഒരു ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ആരോ അതിനിട്ട് അടിക്കുന്നുണ്ട്. ഭയന്ന് പേടിച്ചു പോയതുകൊണ്ട് തന്നെ അവനിപ്പോ പൊതുപ്പിന്റെ അടിയിലേക്ക് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇപ്പൊ ജൂലിയുടെ വീട്ടിൽ കാണിക്കുകയാണ്. അവളുടെ അനിയനായിട്ടുള്ള പോള് പോലീസ് ഓഫീസർ ആണല്ലോ, യൂണിഫോം ഒക്കെ ഇട്ടിട്ട് സ്റ്റേഷനിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അവൻ കഴിക്കുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട്. അവനിപ്പോ അതിങ്ങനെ തെരഞ്ഞുകൊടുക്കുന്ന സമയത്ത് ജൂലിയ അത് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയത്ത് പോള് പറയുന്നുണ്ട് എന്റെ സാധനങ്ങളൊക്കെ അത് അവിടെ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്, മാറ്റാതിരിക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയി തോന്നുന്നത്. ഇപ്പൊ ജൂലിയ അവന്റെ അടുത്ത് സോറി പറയാണ് കേട്ടോ. ഓക്കെ ഞാൻ അങ്ങനെ ചെയ്തോളാന്ന് അവളും പറയുന്നുണ്ട്. അതായത് എന്തൊക്കെയോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഈ ഏട്ടനും അനിയത്തിയും തമ്മിലുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു കുട്ടിക്കാലത്ത് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് ജൂലിയ സ്കൂളിലേക്ക് വരികയാണ് കേട്ടോ. പിറ്റേ ദിവസം ആയതുകൊണ്ട് തന്നെ അവൾ ഇന്നലെ കൊടുത്ത വർക്ക് എന്താണ് കഥകൾ ഉണ്ടാക്കിയിട്ട് വരാൻ തന്നെ. അപ്പൊ ഓരോ കുട്ടികളും ഞാൻ ആദ്യം പറയാന്ന് പറഞ്ഞിട്ട് കൈ പൊന്തിക്കുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ പിന്നിലിരിക്കുന്ന നമ്മുടെ ലൂക്കയോടാണ് ആദ്യമായിട്ട് ജൂലിയ കഥ പറയാൻ പറഞ്ഞത്. ലൂക്ക അവന്റെ കഥ പറയാൻ ആരംഭിക്കുകയാണ് കേട്ടോ. അവൻ എന്തൊക്കെയോ ചിത്രങ്ങളും വരച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്ത് 3 കരടികൾ ഉണ്ടായിരുന്നു. ഒന്നൊരു വലിയ കരടി, പിന്നെ ഒരു ചെറിയ കരടി, മൂന്നാമത്തേത് ഏറ്റവും കുഞ്ഞി കരടി. വലിയ കരടിയാണ് ചെറിയേറ്റങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണങ്ങളൊക്കെ കൊണ്ടേ കൊടുക്കാറ്. ഒരു ദിവസം ഈ വലിയ കരടിക്ക് ഒരു അസുഖം വന്നു. വ്യത്യസ്തമായ ഒരു അസുഖം തന്നെ. വലിയ കരടിക്ക് ഇപ്പോ ഭക്ഷണം തേടി പോവാൻ പറ്റാത്ത ഒരവസ്ഥയായി. അവരെല്ലാവരും പട്ടിണിയിലായി. ഒരു ദിവസം ചെറിയ കരടി, അതായത് നടുവിലത്തെ ആ കരടി, അവൻ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വലിയ കരടിയും ആ കുഞ്ഞി കരടിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുന്നതാണ്. എന്ത് കഥയാണിത്? ഈ ജൂലിയ കഥ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ തോന്നുകയാണ് ഈ കുട്ടി എന്തായിരിക്കും ഇങ്ങനെ ഒരു കഥ പറയാനുള്ള കാരണം. അപ്പൊ തന്നെ ഈ ലോക്കെ ജോലി ഒന്ന് നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, കുട്ടികളെല്ലാം പുറത്തെത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു വഴക്കാളി പയ്യനുണ്ടല്ലോ അവന്റെ ബാഗ് തുറന്നു നോക്കുമ്പോൾ ഒരു പക്ഷിയുടെ തല വെട്ടിയിട്ട് ആരും അതിന്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അവന് ഉറപ്പായിരുന്നു അത് ലോക്ക് തന്നെയായിരിക്കുമെന്ന്. അപ്പൊ ലോക്കയെ പിടിച്ച് ക്രൂരമായിട്ട് തന്നെ അടിക്കുകയാണ് കേട്ടോ അവന്. പെട്ടെന്ന് തന്നെ അവരുടെ ടീച്ചറായിട്ടുള്ള ജൂലി അങ്ങോട്ടേക്ക് വരികയാണ്. ലൂക്കയെ പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. അവന്റെ പുറത്തൊക്കെ എന്താ പറയാ അടി കിട്ടിയതിന്റെ ഓരോ പാടുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല എന്തുകൊണ്ടാണ് ഈ ലോക്ക ഇത്രയും വ്യത്യസ്തമായി പെരുമാറുന്നത് എന്നൊക്കെ ജൂലി ഇങ്ങനെ ആലോചിക്കുകയാണ്. അവന്റെ ആ ഒരു എന്താ പറയാ ബയോഡാറ്റയൊക്കെ ഉണ്ടാവില്ല, അതെല്ലാം അവൾ പരിശോധിക്കുകയാണ്. അതിൽ നിന്നും ലൂക്കയുടെ വീട്ടിലെ ഫോൺ നമ്പർ കിട്ടി കേട്ടോ. പെട്ടെന്ന് തന്നെ ജൂലിയ അതിലേക്ക് വിളിച്ചു നോക്കുകയാണ്. പക്ഷെ റിങ് ചെയ്യുന്നുണ്ട് എന്നല്ലാതെ അതാരും എടുക്കുന്നില്ല. ഒരുപാട് തവണ ജൂലിയ പരിശ്രമിച്ചെങ്കിലും ഒരു ഫലം ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ സ്കൂൾ വിടാൻ നേരമായിട്ടുണ്ട്. കുട്ടികളെല്ലാവരും തിരിച്ചു പോവാണ്. ജൂലി ഇപ്പോ ലൂക്ക നടന്നു പോകുന്ന കാഴ്ച കാണുന്നുണ്ട്. എന്തായാലും അവനൊന്ന് പിന്തുടരാം എന്ന് തന്നെ ജൂലി വിചാരിക്കുകയാണ്. അവനിപ്പോ നേരെ ചെന്ന് നിൽക്കുന്നത് ഒരു ഐസ്ക്രീം ഷോപ്പിന്റെ മുന്നിലാണ് കേട്ടോ. ഗ്ലാസ്സിലൂടെ അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അവൻ നോക്കി നിൽക്കുന്നുണ്ട്. ആ ഒരു ഭക്ഷണമൊക്കെ നോക്കിയിട്ട് കൊതിയൂറുകയാണ്. ജൂലിയൊക്കെ കാര്യം പെട്ടെന്ന് തന്നെ മനസ്സിലായി. ജൂലി പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നിട്ട് അവന്റെ അടുത്ത് പറയാണ് ഞാനൊരു ഐസ്ക്രീം കഴിക്കാൻ പോവാണ്, എന്റെ കൂടെ നീ വരുന്നോ? അവൻ ഒറ്റയടിക്ക് അതിന് സമ്മതിക്കാണ് കേട്ടോ. പിന്നീട് അവർ രണ്ടുപേരും അതിന്റെ ഉള്ളിലേക്ക് പോവാണ്. അവിടുന്ന് ഐസ്ക്രീം കഴിക്കാണ്. അതേ സമയത്ത് ഈ ജൂലി ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നിന്റെ വീട്ടുകാരുടെ വിശേഷങ്ങൾ, നല്ലതല്ലേ, ഓക്കെ അല്ലേ? അവന് ആ എന്നൊക്കെ മൂളുന്നുണ്ട്. നിന്റെ അനിയൻ ഐഡനില്ല, അവനിപ്പോ എവിടെയുണ്ട്, അവൻ പഠിക്കുകയാണോ? ഇപ്പൊ ഈ ലൂക്ക ടീച്ചറിനെ നോക്കുകയാണ്. അതെങ്ങനെ നിങ്ങൾക്ക് അറിയാം എനിക്ക് അനിയനുണ്ടെന്ന്? ഈ സമയത്ത് ടീച്ചർ പറയാണ് അതെല്ലാം എനിക്കറിയാം. പിന്നെ നിന്റെ അമ്മയെ കുറിച്ച് പറ. ഈ സമയത്ത് ഒരു സങ്കടത്തോടു കൂടി തന്നെ ലൂക്ക പറയുന്നുണ്ട് എന്നെ കുറിച്ച് എല്ലാം അറിയാമെങ്കിൽ എന്റെ അമ്മ മരിച്ചുപോയ കാര്യം എന്താ നിങ്ങൾക്ക് അറിയാത്തത്? ഇപ്പൊ ജൂലിയ ക്ഷമ ചോദിക്കാണ് കേട്ടോ. നിന്റെ അച്ഛൻ എവിടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവന്റെ മുഖത്ത് ദേഷ്യമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന് തിരിയുന്നില്ല. അവനിപ്പോ പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകണം. അതിനു മുന്നേ അവനൊരു കാര്യം പറഞ്ഞു, ഈ സമയത്ത് ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് പിന്നാലെ വരില്ലേ? പിന്നീട് പെട്ടെന്ന് തന്നെ ലൂക്ക അവന്റെ വീട്ടിലേക്ക് നടന്നു പോവാണ് കേട്ടോ. ആ സമയത്ത് വഴിയരികിൽ ചത്ത് കിടക്കുന്ന ഒരു പട്ടിയാണോ ചെന്നായാണോ എന്താണെന്ന് എനിക്കറിയില്ല. അതിന് പക്ഷികൾ വലിച്ചു കീറി ഇങ്ങനെ എന്താ പറയാ അതിന്റെ മാംസം കഴിക്കുന്നുണ്ട്. ആ പക്ഷികളൊക്കെ പെട്ടെന്ന് തന്നെ ലൂക്ക ഓടിപ്പിച്ചു വിടുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കവറിലേക്ക് ആ ഒരു ചത്ത് കിടക്കുന്ന ജീവി അവൻ എടുക്കുകയാണ്. ഇതേ സമയം തന്നെ ജൂലിയ അവനെ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ പറയുന്നതൊന്നും കേൾക്കാൻ നിന്നില്ല. ഇപ്പൊ ആ ഒരു വീട്ടിലേക്ക് എത്തി. അവിടെ എത്തി നോക്കുമ്പോൾ എന്താ പറയാ ഒരുപാട് ദിവസമായിട്ട് ഉപയോഗിക്കാത്ത വാഹനങ്ങളായിരുന്നു. അതുപോലെ തന്നെ വൃത്തികേടായി കിടക്കുന്ന ഒരു അന്തരീക്ഷവും. അവളിപ്പോ കുറെ ഓരോരുത്തരെ വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ ആരും വന്ന് വാതിലൊന്നും തുറക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വീട്ടിന്റെ അടുത്തേക്ക് അവൾ പോവാണ്. വാതിൽ പതിയെ മുട്ടി നോക്കുന്നുണ്ട്. പക്ഷെ യാതൊരു റെസ്പോൺസും ഉള്ളിൽ നിന്ന് ലഭിക്കുന്നില്ല. പക്ഷെ ഒരു പ്രത്യേക രീതിയിലുള്ള ശബ്ദം അവൾ അതിന്റെ ഉള്ളിൽ വെച്ച് കേൾക്കുന്നുണ്ട് കേട്ടോ. അത് കേട്ടിട്ട് അവൾ ആകെ ഭയന്ന് പോയി കാതെടുത്തിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. പിന്നീട് ജൂലിയ വീട്ടിലെത്തിയിട്ട് ഈ ലൂക്ക വരച്ച ഒരു ചിത്രം ഉണ്ടല്ലോ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിത്രം തന്നെ. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് അവളുടെ അനിയനായിട്ടുള്ള പോള് വരുന്നത് കേട്ടോ. അവനിപ്പോ അവളുടെ ഷോൾഡറിലൊന്നും തൊടുകയാണ്. ഞെട്ടിപ്പോയി അവള്. ഇപ്പൊ പോള് ചോദിക്കുന്നുണ്ട് എന്താ നീ ഇങ്ങനെ ഭയന്നിരിക്കുന്നത്? ഞാൻ വിചാരിച്ചു ഞാൻ വരുന്ന ശബ്ദമൊക്കെ നീ കേട്ടിട്ടുണ്ടാവുന്നു. ഇപ്പൊ ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഈ പോളിനെ ഇപ്പൊ ജൂലിയ പറഞ്ഞേക്കാണ്. ഇവിടെ
സീൻ കേട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ലൂക്കയുടെ വീട്ടിലാണ് കേട്ടോ. അവനിപ്പോ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? അവൻ ഇന്ന് വൈകുന്നേരം എടുത്തിട്ട് വന്നിട്ടില്ല ആ ഒരു ചത്ത പട്ടി ഉണ്ടല്ലോ, അതിന്റെ മാംസം വെട്ടി നുറുക്കാണ്. ഇതേ സമയം തന്നെ മുകളിൽ നിന്നും ആ ഒരു കരച്ചിൽ മുരളിച്ച അവനിങ്ങനെ കേൾക്കുന്നുണ്ട്. പിന്നീട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാംസവുമായിട്ട് അവൻ നേരെ മുകളിലേക്ക് പോവാണ്. ആ പാത്രം ഇപ്പൊ മുകളിലത്തെ ആ ഒരു റൂമിൽ ഒരു ഭാഗത്ത് ചെന്ന് വെച്ചു കൊടുക്കാൻ കേട്ടോ. ഇപ്പൊ ഇരുട്ടിൽ നിന്നും എന്തോ ഒരു രൂപം ഇങ്ങനെ പതിയെ പതിയെ വരുന്നുണ്ട്. അത് മറ്റാരുമല്ല, അവന്റെ അച്ഛനായിട്ടുള്ള ആ ഒരു മനുഷ്യൻ ഫ്രാങ്ക് തന്നെയായിരുന്നു. ഒരു വ്യത്യസ്ത രീതിയിൽ എന്തോ ആ മനുഷ്യൻ എന്താ സംഭവിച്ചെന്ന് തിരിയുന്നില്ല കേട്ടോ. അയാളിപ്പോ വന്നിട്ട് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇറച്ചിയുമായിട്ട് ഇരുട്ടത്തേക്ക് തന്നെ തിരിച്ചു പോവാണ്. പിന്നീട് ഒരാൾ കൂടെ ആ ഒരു ഇരുട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അത് അവന്റെ അനിയനായിട്ടുള്ള ഐഡൻ ആയിരുന്നു. പക്ഷെ അവനെ കണ്ടിട്ട് ആ ഒരു പ്രശ്നമൊന്നും തോന്നിയില്ല കേട്ടോ. എന്നിരുന്നാലും എന്തൊക്കെയോ വ്യത്യാസങ്ങൾ അവന്റെ മുഖത്തുണ്ടായിരുന്നു. ഇപ്പൊ ലൂക്ക അനിയന്റെ അടുത്ത് പറയണം, മോനെ നീ ഈ ഭക്ഷണം കഴിച്ചു കേട്ടോ, ചേട്ടൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ് ലൂക്ക പെട്ടെന്ന് തന്നെ അവന്റെ മുറിയിലേക്ക് പോവാണ്. അവന്റെ വാതിലൊക്കെ ഉണ്ടല്ലോ എന്തൊക്കെയോ ലോക്ക് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ആരോ വന്നിട്ട് ആ ഒരു വാതിൽ ഇറുക്കി ഇങ്ങനെ തള്ളുന്നുണ്ട്. അതുപോലെ തന്നെ വല്ലാത്തൊരു മൃഗത്തിന്റേതുപോലെയുള്ള മുരൾച്ചയും. ഇവിടെ സീൻ കേട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ജൂലിയയുടെ വീട്ടിലാണ്. അവളിപ്പോ അവളുടെ ചെറുപ്പകാലത്ത് സംഭവിച്ച ആ കാര്യങ്ങളൊക്കെ ഓർക്കാണ് കേട്ടോ. അതായത് അവളുടെ അച്ഛൻ വൃത്തികെട്ട മനുഷ്യനാണ്. സെക്ഷലി അവരെ നന്നായിട്ട് അബ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇവളുടെ ചെറുപ്പത്തിൽ സംഭവിച്ച ആ ഒരു ട്രാജഡി എന്ന് പറയുന്നത്. ഇപ്പൊ അവളുടെ ആ ഒരു ഇരുത്തെല്ലാം കണ്ടിട്ട് അവളുടെ അനിയനായിട്ടുള്ള പോള് വരികയാണ് കേട്ടോ. പോൾ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ജൂലിയ ആ ഒരു കാര്യം പറയുകയാണ്. എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട് ലൂക്ക, അവന്റെ അച്ഛന്റെ പേര് ഫ്രാങ്ക് എന്നാണ്. ഇപ്പൊ നമ്മുടെ ഈ പോളുണ്ടല്ലോ പോലീസുകാരൻ പറയാണ് അയാളെ എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് അയാളെ കാണാനില്ല, മരിച്ചെന്നാണ് പലരും പറയുന്നത്. ഞാൻ ഇന്ന് അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ജൂലിയ പറയണം കേട്ടോ. ഈ സമയത്ത് പോള് പറയുന്നുണ്ട്, നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യം ചെയ്തത്? അത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമല്ല, അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, നീ ഒരിക്കലും ഇനി അങ്ങോട്ടേക്ക് പോകരുതെന്നപ്പോ പോള് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ ലൂക്കയുടെ വീട്ടിൽ കാണിക്കുകയാണ്. അവനിപ്പോ ആ ഒരു പുസ്തകത്തിൽ എന്തൊക്കെയോ കുത്തിയും കുറിച്ചും വെക്കുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ലൂക്ക നേരെ കാട്ടിലേക്ക് പോവാണ്. അവൻ മൃഗങ്ങളെ പിടിക്കാനായിട്ടുള്ള ഓരോ കെണികളൊക്കെ തയ്യാറാക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് അവൻ മരത്തിന്റെ ഇടയിലൂടെ ആ ഒരു ഭാഗത്തേക്ക് ഒളിഞ്ഞു നോക്കുകയാണ്. ഇപ്പൊ കാട്ടിൽ വേട്ടയ്ക്ക് വന്ന ഒരാൾ എന്തോ ഒന്ന് കണ്ട് ഭയന്ന് നിൽക്കുകയാണ്. അയാൾ കണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൃതദേഹമായിരുന്നു. പക്ഷെ ലൂക്ക ആ ഒരു മൃതദേഹം കണ്ടിട്ടല്ല ഭയന്നത്, ആ വന്ന ആളെ കണ്ടിട്ടായിരുന്നു. അപ്പൊ ലൂക്കയ്ക്ക് നന്നായിട്ട് അറിയാം ആ മരിച്ചു കിടക്കുന്നത് ഒരു മനുഷ്യനാണ്, ആരാണ് എല്ലാം അറിയാട്ടോ. ഇപ്പൊ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു നിഗൂഢത മണക്കുന്നില്ലേ? ഇപ്പൊ ആ ഒരു വൃദ്ധനായ മനുഷ്യനുണ്ടല്ലോ ആ ഒരു ബോഡി കണ്ടിട്ട് അവിടുന്ന് പെട്ടെന്ന് തന്നെ ഭയന്ന് ഓടുകയാണ്. ഇതേ സമയം തന്നെ സ്കൂളിൽ ജൂലിയ ഈ ലൂക്കയുടെ ഷെൽഫൊക്കെ നന്നായി പരിശോധിക്കുന്ന സമയത്ത് അവിടെ വെച്ച് ഒന്ന് രണ്ട് ബുക്കുകൾ കിട്ടുകയാണ് കേട്ടോ. ഒരു ബുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൃഗങ്ങളെയൊക്കെ എങ്ങനെ കെണി വെച്ച് പിടിക്കാം എന്നുള്ളൊരു ബുക്കായിരുന്നു. അതുപോലെ തന്നെ അവൻ വരച്ചു വെച്ച ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പിക്ചറുകളും. ഈ ഒരു കാര്യം പെട്ടെന്ന് തന്നെ ഈ ജൂലിയ അവിടുത്തെ പ്രിൻസിപ്പൾ ആയിട്ടുള്ള ആ ഒരു ലേഡി ഉണ്ടല്ലോ അവരെ കൊണ്ട് കാണിക്കുകയാണ്. എന്തായാലും അവനെക്കുറിച്ചും അവന്റെ കുടുംബത്തെക്കുറിച്ചും അന്വേഷിക്കണമെന്ന് അവര് തീരുമാനിക്കുകയാണ്. പിന്നീട് ജൂലിയ പുറത്തേക്ക് അതായത് ആ ഒരു ടൗണിലേക്ക് വരുന്ന സമയത്ത് അവന്റെ അനിയനായിട്ടുള്ള പോൾ ഉണ്ടല്ലോ, പോലീസുകാരനാണല്ലോ, അവനിപ്പോ ഒരാളുമായിട്ട് വൃദ്ധനായിട്ടുള്ള ഒരാളുമായിട്ട് സീരിയസ് ആയിട്ട് എന്തോ സംസാരിക്കുന്നത് ജൂലിയ കാണുകയാണ്. ഇപ്പൊ ആ ഒരു വൃദ്ധനായിട്ടുള്ള ആള് തിരിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ ജൂലിയ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പോള് പറയാണ്, കാട്ടിൽ വെച്ച് ഇപ്പൊ വന്ന ആ ഒരു വൃദ്ധനായ മനുഷ്യനുണ്ടല്ലോ അയാൾ ഒരു മൃതദേഹം കണ്ടിട്ടുണ്ട്. മിക്കവാറും ഏതെങ്കിലും ജീവികൾ അറ്റാക്ക് ചെയ്തതായിരിക്കണം. എന്തായാലും ആ ഒരു കാര്യം പോയി നിരീക്ഷിക്കണം, ആ ഒരു ബോഡി അവിടെ നിന്ന് എടുക്കണം. ഇപ്പൊ പോളിന്റെ കൂടെ ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു കേട്ടോ. അയാളുടെ കൂടെ ഇപ്പൊ പോള് വേഗം അവിടുന്ന് പോവാണ്. ഇപ്പൊ ആ ഒരു പോലീസുകാരൻ നമ്മുടെ ജൂലിയെ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അന്നേ ദിവസം രാത്രി വീണ്ടും ആയിട്ടുണ്ട്. നമ്മുടെ ലൂക്ക അവന്റെ അനിയനായിട്ടുള്ള ഐഡന് വേണ്ടിയിട്ട് പുതിയ എന്തോ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഭയം നിരാശ ഒക്കെ അവന്റെ മുഖത്തുണ്ട്. ഇപ്പൊ ഇവന്റെ അനിയനായിട്ടുള്ള ഐഡൻ ലൂക്കയോട് ചോദിക്കാണ്, ചേട്ടാ ദൈവം മരിച്ചു എന്ന് പറയുന്നത് സത്യമാണോ ചേട്ടാ? എന്താ മോനെ നീ അങ്ങനെ ചോദിക്കുന്നത്? ലൂക്കപ്പ ചോദിക്കുന്ന സമയത്ത് ഐഡൻ അനിയൻ പറയുകയാണ്, അച്ഛൻ പറഞ്ഞു ദൈവം മരിച്ചിട്ടുണ്ടെന്ന്. ഇത് കേട്ട് അവനൊന്ന് ഷോക്കായി പോവാണ് കേട്ടോ. മോൻ ഒന്നും വിചാരിക്കേണ്ട, അമ്മ പാടിത്തന്ന കവിതകളില്ല പാട്ടുകളില്ല അതെല്ലാം ഓർത്ത് അങ്ങനെ ഇരുന്നു എന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ തൊട്ടപ്പുറത്ത് ഇവരുടെ അച്ഛനായിട്ടുള്ള ഫ്രാങ്ക് ഉണ്ടല്ലോ ഒരു വല്ലാത്ത രീതിയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അവന്റെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്നും എന്തൊക്കെയോ കത്തുന്നുണ്ട്. എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? മിസ്റ്ററി എന്താണ്? ആ നിഗൂഢത എന്താണ്? അറിയില്ല കേട്ടോ, നമുക്കത് മനസ്സിലാക്കാം. ഇപ്പൊ ലൂക്ക കൊടുത്ത ആ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഐഡൻ. അവന്റെ കണ്ണിൽ നിന്ന് വായിൽ നിന്നല്ല ചോര ഇങ്ങനെ ചീറ്റി തെറിക്കുകയാണ് കേട്ടോ. ഇത് കണ്ട് പേടിച്ചു പോയി ലൂക്ക പെട്ടെന്ന് തന്നെ അവിടെ എണീച്ച് ഓടുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു മോർച്ചറിയിലാണ്. ആ മോർച്ചറിയിലേക്ക് നേരത്തെ കണ്ട ആ ഒരു മൃതദേഹം ഉണ്ടല്ലോ അത് പോലീസുകാരെല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആ മൃതദേഹം ആരുടേതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കഥയുടെ ആരംഭത്തിൽ തന്നെ ഈ ലൂക്കയുടെ അച്ഛനായ ഫ്രാങ്കിന്റെ കൂടെ ജോലി ചെയ്ത ആ ആളില്ലേ, അയാളുടെ മൃതദേഹമായിരുന്നു ഇത്. ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഇതൊരു മൃഗം അറ്റാക്ക് ചെയ്തതായിട്ട് തോന്നില്ല. ഇനിയിപ്പോ ഇതൊരു മൃഗമാണെങ്കിൽ തന്നെ അത് എന്ത് മൃഗമാണെന്ന് ഞങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ ഈ മുറിവുകൾ ശ്രദ്ധിച്ചോ, ഈ നഖത്തിന്റെ പാടുകൾ ശ്രദ്ധിച്ചോ? ഏത് മൃഗത്തിന്റേതാണ് ഇങ്ങനെ ഒരു പാട്? അല്ലെങ്കിൽ ഏത് മൃഗമാണ് ഇതുപോലെ അറ്റാക്ക് ചെയ്യുക? ഒന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. ഇപ്പൊ പോലീസുകാരനായിട്ടുള്ള പോളും ആകെ കൺഫ്യൂഷനിലാണ്. ഇതേ സമയം തന്നെ സ്കൂളിൽ നമ്മുടെ ടീച്ചറായിട്ടുള്ള ജോലി ഉണ്ടല്ലോ, കുട്ടികൾക്കൊക്കെ എന്തോ ഒരു സിനിമ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇരുട്ടത്താണ് കേട്ടോ കുട്ടികൾ അതൊക്കെ കാണുന്നത്. ആ കൂട്ടത്തിൽ നമ്മുടെ ലൂക്ക എന്തൊക്കെയോ കാര്യങ്ങൾ, എന്തൊക്കെയോ ഒരു പ്രതിമ പോലെ എന്തൊക്കെയോ കാര്യങ്ങൾ ചൊരണ്ടിക്കൊണ്ട് നിൽക്കുകയാണ്. എന്താണെന്ന് അറിയില്ല. അതേസമയം തന്നെ ലൂക്കയുടെ വീടിനെ നിരീക്ഷിക്കാനായിട്ട് ലേഡി പ്രിൻസിപ്പാൾ ഉണ്ടല്ലോ അവരങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. പതിയെ അങ്ങോട്ടേക്ക് കടക്കുകയാണ് കേട്ടോ. വിളിച്ചു നോക്കി ആരും പുറത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ വാതിൽ എങ്ങനെ
എങ്ങനെയൊക്കെയോ തുറന്ന് അതിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. പിന്നീട് അവിടെയുള്ള ഓരോ മുറികളും തുറന്നു നോക്കുന്നുണ്ട്. വിളിച്ചിട്ട് ആരെയും കേൾക്കുന്നില്ല, എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. പിന്നീട് പ്രിൻസിപ്പൾ മുകളിലേക്കുള്ള ആ ഒരു സ്റ്റെയർ കേസ് ഉണ്ടല്ലോ അതിന്റെ വാതിൽ തുറക്കാൻ. അതേസമയം തന്നെ വല്ലാത്തൊരു ദുർഗന്ധം, സഹിക്കാൻ പറ്റാത്തൊരു സ്മെല്ല് അവിടെ നിന്ന് വരികയാണ്. അവരിപ്പോ ഭയന്നുകൊണ്ട് തന്നെ പതിയെ മുകളിലേക്ക് കയറുകയാണ് കേട്ടോ. എന്തായിരിക്കും ഇനി സംഭവിക്കുക? ചെറിയൊരു ബ്രേക്ക് എടുത്താലേ നമുക്ക്. ഈ ഒരു ബ്രേക്കിന്റെ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്. അതായത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്ക്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കമന്റ് ബോക്സിൽ അങ്ങ് ഇട്ട് വെച്ചേക്ക് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം, അതായത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ കഥ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ അവസാനം ഒന്നും മനസ്സിലാവില്ല കേട്ടോ. അത് ഉറപ്പാണ്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. ഓക്കേ. അപ്പൊ ബ്രേക്ക് കഴിഞ്ഞു കേട്ടോ. നമുക്ക് കഥയിലേക്ക് തന്നെ തിരിച്ചു വരാം. നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ലേഡി പ്രിൻസിപ്പാൾ ഉണ്ടല്ലോ, ലൂക്കയുടെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത്, അവൻ എന്താണ് പറ്റുന്നത്, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും നേരിട്ട് കണ്ടറിയാനും വേണ്ടി അവന്റെ വീട്ടിലേക്ക് പോയില്ലേ. മുകളിലത്തെ ആ ഒരു നിലയിലേക്ക് പോകുമ്പോൾ വല്ലാത്തൊരു ബാഡ് സ്മെല്ല് ഇങ്ങനെ വരികയാണ് കേട്ടോ. സഹിക്കാൻ കഴിയുന്നില്ല. മുകളിലെത്തിയ സമയത്ത് ലൂക്കയുടെ അനിയനുണ്ടല്ലോ ഐഡൻ, ആ ചെറിയ പയ്യൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ പ്രിൻസിപ്പൾ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ നിനക്ക് എന്താണ് പറ്റിയത്, അവൻ എന്താണ് നിന്നെ ചെയ്തത്, പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. ഈ സമയത്തെല്ലാം ഐഡൻ വല്ലാത്തൊരു ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പ്രിൻസിപ്പലിന് അറിയില്ലായിരുന്നല്ലോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. ഇപ്പൊ അറിയാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പോ ഐഡന്റെ പിന്നിലൂടെ എന്തോ ഒരു സാധനം വരുന്നതായിട്ട് പ്രിൻസിപ്പലിന് മനസ്സിലായി. തിരിഞ്ഞു നോക്കുമ്പോൾ അവന്റെ തന്നെ അച്ഛനായിട്ടുള്ള ഫ്രാങ്ക് ആയിരുന്നു. പക്ഷെ അത് സാധാരണ രൂപമായിരുന്നില്ല. അവന്റെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്നും ഒരു പ്രത്യേക തരത്തിലുള്ള വെളിച്ചം, ഒരു ചുവന്ന വെളിച്ചിങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ ഫ്രാങ്ക് പ്രിൻസിപ്പലിനെ അറ്റാക്ക് ചെയ്യാണ് കേട്ടോ. അവരുടെ വയറ്റത്തൊക്കെ വലിയ മുറിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് കഴുത്ത് കടിച്ച് മുറിയാക്കുകയാണ്. പ്രിൻസിപ്പൽ പെട്ടഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെ മുഖത്തിലേക്ക് കടിച്ച് വലിച്ച ആ ഇറച്ചിയും കണ്ണും എല്ലാം അങ്ങ് പറിച്ചെടുക്കുകയാണ് ഇപ്പൊ ഫ്രാങ്ക്. അതായത് എന്തോ അടക്കാനാവാത്ത ഒരു വിശപ്പുള്ളത് പോലെ. പിന്നീട് ഫ്രാങ്കിന്റെ ഉള്ളിൽ നിന്നും എന്തോ ഒരു സാധനം ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു കൊമ്പ് പോലെയുള്ള വസ്തു, എന്താണെന്ന് വ്യക്തമല്ല. ഇതെല്ലാം നടക്കുന്നത് ഈ പകല് തന്നെയാണ് കേട്ടോ. ഇതേ സമയം തന്നെ പോലീസുകാരനായിട്ടുള്ള പോളും അവന്റെ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് അന്വേഷണത്തിലാണ്. ഒരാൾ മരിച്ച് അയാളുടെ ഡെഡ് ബോഡി കിട്ടിയില്ലേ, അയാൾ വർക്ക് ചെയ്ത ആ ഒരു സ്ഥലത്തേക്ക് തന്നെ പോവാണ്. അതായത് നമ്മുടെ ലൂക്കയുടെ അച്ഛനായ ഫ്രാങ്കും അയാളും ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. അങ്ങനെ ഈ പോലീസുകാർ, അതായത് പോളൊക്കെ കൂടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കണ്ട ആ ഒരു ബിൽഡിംഗില്ലേ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇവരുടെ കൂടെ തന്നെ കുറച്ച് വിവരം വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടറെ പോലെ ഒരാളുണ്ട്. തൽക്കാലം നമുക്ക് അയാൾ പ്രൊഫസർ എന്ന് വിളിക്കാം. കുറച്ച് വൃദ്ധനായിട്ടുള്ള ആളാണ്. അങ്ങനെ ആ ഒരു ബിൽഡിംഗിൽ എത്തിയിട്ട് ഇവര് സെർച്ചിങ് ഒക്കെ ആരംഭിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഒരു പോലീസുകാരൻ ഒരു കൊമ്പ് പോലത്തെ ഒരു വസ്തു കിട്ടുകയാണ്. ഇത് എന്താണെന്ന് ആ വൃദ്ധനായ മനുഷ്യന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. വല്ല മാനിന്റെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ജീവിയുടേതാണോ? ഈ സമയത്ത് ആ വൃദ്ധൻ പറയുന്നുണ്ട്, പ്രൊഫസർ പറയുന്നുണ്ട്, ഇത് അതിന്റെ ഒന്നും അല്ല, മറ്റെന്തോ ആണ്. ഈ സമയത്ത് പോളിന് ഒരു കോള് വരികയാണ്. അതായത് എന്തോ ഒരു മിസ്സിംഗ് കേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോൾ ഇവിടുന്ന് തിരിച്ചു പോവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ലൂക്കയാണ് കേട്ടോ. അവനിങ്ങനെ ആ ഒരു എന്താ പറയാ ഫോറസ്റ്റിന്റെ സൈഡിലൂടെ നടക്കുന്ന സമയത്ത് അവൻ എപ്പോഴും ഹരാസ് ചെയ്യുന്ന ആ ഒരു പയ്യനുണ്ടല്ലോ, അവൻ അങ്ങോട്ടേക്ക് വരികയാണ്. നീ എന്താ വിചാരിച്ചേ, എന്റെ ബാഗിൽ അതുതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കുമെന്നോ, അന്ന് തന്നതിന്റെ ബാക്കി തരാൻ വേണ്ടി വന്നതാണ് പറയാണ്. ഇപ്പൊ ലൂക്ക പറയുന്നുണ്ട്, ഞാൻ അന്ന് തന്നെ നിന്റെ അടുത്ത് ക്ഷമ ചോദിച്ചാണ്, വെറുതെ എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന്. പക്ഷെ ആ പയ്യൻ പറഞ്ഞു, ഇല്ലടാ നിനക്കുള്ള പണി ഞാൻ ഇപ്പൊ തരാം. പക്ഷെ പണി കിട്ടാൻ പോകുന്നത് ആ പയ്യനായിരുന്നു കേട്ടോ. ഇപ്പൊ എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് ഇവര് രണ്ടുപേരും മുകളിലേക്ക് നോക്കുകയാണ്. ആ സമയത്ത് എന്തോ ഒരു രൂപം അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. വ്യക്തമായി കാണുന്നില്ല കേട്ടോ. അത് ഈ പയ്യന്റെ ദേഹത്തേക്ക് അങ്ങ് ചാടി വീഴുകയാണ്. പെട്ടെന്ന് ലൂക്ക ഒരു ഊക്കിൽ അവിടുന്ന് ഓടി അങ്ങ് രക്ഷപ്പെടുകയാണ്. ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രമല്ല ആ ഒരു ജീവി അവൻ ഉപദ്രവിക്കാൻ നിന്നില്ല കേട്ടോ. അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവിടെ കണ്ട കാഴ്ച എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രക്തമുണ്ടല്ലോ അതിങ്ങനെ നിലത്തോടെ വലിച്ചതുപോലെയുള്ള ഒരു പാട്. വേഗം തന്നെ നനഞ്ഞൊരു തുണി എടുത്തിട്ട് ആ ഒരു പാടുകൾ മുഴുവൻ ഇപ്പൊ ലൂക്ക തുടച്ചു നീക്കുകയാണ്. ഇതേ സമയം തന്നെ ജോലിയും അതുപോലെ തന്നെ പോളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഈ ലൂക്കയുടെ പിന്നിൽ എന്തൊക്കെയോ നിഗൂഢതകളുണ്ട്. രണ്ടുപേരും സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് അവർ കണ്ട ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അതിനെക്കുറിച്ചും ഈ ജോലിന്റെ അടുത്ത് പോൾ പറയുകയാണ്. അവിടെ വെച്ചാണ് എല്ലാത്തിന്റെയും തുടക്കം എന്നാണ് തോന്നുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒന്നും വ്യക്തമല്ല കേട്ടോ. ഇപ്പൊ പോള് ആ ഒരു വൃദ്ധനായിട്ടുള്ള ആ പ്രൊഫസറെ കുറിച്ചും പറയുന്നുണ്ട്. ഇപ്പൊ ജോലി ചോദിക്കുകയാണ് ലൂക്കയെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്തൊന്ന് പോയാലോ. ഒക്കെ ശരിയാണ്, അതിന് മുന്നേ ആയിട്ട് എനിക്ക് ലൂക്കയുടെ വീട്ടിലേക്ക് ഒന്ന് പോകണമെന്ന് ഇപ്പൊ പോളും പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ രണ്ട് പോലീസുകാർ കൂടിയിട്ട് അതിൽ പോളും ഉണ്ട് കേട്ടോ. നേരെ ലൂക്കയുടെ വീട്ടിലേക്ക് ചെല്ലാണ്. പോലീസുകാരെ കണ്ടപ്പോൾ തന്നെ അവൻ വാതിലെല്ലാം കുറ്റിയിട്ട് അതിന്റെ ഉള്ളിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. പോലീസുകാർ കുറച്ചു നേരമൊക്കെ വാതിൽ മുട്ടി നോക്കി, ആരും തുറക്കാത്തതുകൊണ്ട് തന്നെ അവർ തിരിച്ചു പോവാണ്. വാറന്റുമായിട്ട് വരാം, വീട് തല്ലി പൊളിച്ച് അതിന്റെ ഉള്ളിലേക്ക് കയറാം എന്നൊക്കെയായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. ഇതേ സമയം തന്നെ നേരത്തെ ലൂക്കയുടെ മുന്നിൽ വെച്ച് ഒരു പയ്യനെ കൊന്നില്ലേ, ആ ഒരു മൃഗം അതെന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല കേട്ടോ. അപ്പൊ മരിച്ചുപോയ ആ കുട്ടിയുടെ അമ്മ സ്കൂളിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസുകാർ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു മിസ്സിംഗ് കാര്യമൊക്കെ റിപ്പോർട്ട് ചെയ്യാണ് കേട്ടോ. പോലീസുകാരായി വന്നിട്ടുള്ളത് പോളും അവന്റെ കൂട്ടുകാരൻ തന്നെയായിരുന്നു. അവിടെ തന്നെ ഇപ്പൊ ടീച്ചറായിട്ടുള്ള ജോലിയുണ്ട്. ഇപ്പൊ പോള് പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, എന്ത് തന്നെ വന്നാലും ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. അന്വേഷണം ഇപ്പൊ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പൊ പെട്ടെന്ന് തന്നെ ജോലി അവിടെ നിന്ന് ഇറങ്ങി പോകണം കേട്ടോ. അവളുടെ പിന്നാലെ തന്നെ ഇപ്പൊ പോളും പോകുന്നുണ്ട്. നീ എന്താ ജോലി ഈ ചെയ്യാൻ പോകുന്നത്? എനിക്കറിയാം ലൂക്കയുടെ കാര്യത്തിൽ നീ ഒരുപാട് ടെൻസ്ഡ് ആണെന്ന്. ഒരു കാര്യം ചെയ്യ്, നീ അവനങ്ങ് ഒഴിവാക്കിയേക്ക്, അവനെ നോക്കണ്ട. അപ്പോൾ നിനക്ക് അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം, കാരണം നീ
നീയുമായിട്ട് അവനൊരു ബന്ധമില്ല, പക്ഷെ അവൻ എന്റെ സ്റ്റുഡന്റ് ആണ്, എനിക്ക് അവനെ നോക്കിയേ മതിയാവുള്ളൂ എന്ന് ഇപ്പോൾ ജൂലിയും പറയുന്നുണ്ട്. ജൂലി ഇപ്പോൾ ചെറിയൊരു അമർഷത്തിൽ തന്നെ അവിടുന്ന് പോവാണ്. ക്ലാസ്സിലേക്ക് ചെന്നിട്ട് ലൂക്കയെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. ഒരു പ്രത്യേക രീതിയിൽ തന്നെ ജൂലിയും ലൂക്ക നോക്കുന്നുണ്ട്. അവൾ അപ്പം തന്നെ തീരുമാനിക്കുകയാണ്, ഇനി പേടിച്ചു നിന്നിട്ട് കാര്യമില്ല, ലൂക്ക എന്തായാലും ഇവിടെ ഉണ്ടല്ലോ, അവന്റെ വീട്ടിലേക്ക് പോയി നോക്കാം എന്ന് തന്നെ. അങ്ങനെ കാർ എടുത്തിട്ട് ജൂലിയ നേരെ അവന്റെ വീട്ടിലേക്ക് ചെന്ന് നോക്കുകയാണ്. ആ സമയത്ത് അവിടെ ഒരുപാട് കാറുകളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതേസമയം തന്നെ പോള് ബാക്കിയുള്ള പോലീസുകാരൊക്കെ കൂട്ടിയിട്ട് വാറന്റുമായിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരികയാണ്. അതായത് മേലുദ്യോഗസ്ഥരുടെ ആ ഒരു പെർമിഷനൊക്കെ എടുത്തിട്ട് ആളില്ലാത്ത വീടല്ലേ ഇത് സെർച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ വേണമല്ലോ. അങ്ങനെ പോലീസുകാർ മുഴുവൻ അവിടെ എത്തിയിട്ട് പരിശോധന നടത്തുമ്പോൾ അവർ ആ ഒരു കാഴ്ച കാണുകയാണ്. ശരീരം മുഴുവൻ പൊട്ടിപ്പൊളർന്ന രീതിയിൽ കിടക്കുന്ന ഫ്രാങ്ക്, അതുപോലെ തന്നെ കാണാതായി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കുട്ടിയുണ്ടല്ലോ, അവന്റെ മൃതദേഹം ആ ഒരു വീടിന്റെ മച്ചിൽ വെച്ച് ഈ പോലീസുകാർക്ക് കിട്ടിപ്പോവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അവരാകെ പേടിച്ചിരിക്കുകയാണ്. എന്ത് മൃഗമാണ് ഇത് ഇങ്ങനെ കാട്ടി വെച്ചിരിക്കുന്നത്? ഈ ഒരു ശരീരത്തെ ഇങ്ങനെ തിന്നണമെങ്കിൽ മനസ്സിലാവുന്നില്ല എന്താണെന്ന്. അങ്ങനെ ഏകദേശം രാത്രിയായിട്ടുണ്ട്. ഇപ്പൊ ജൂലിയ ആ ഒരു വീടിന്റെ പുറത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ ലൂക്ക വീട്ടിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് ലൂക്കയെ പോയിട്ട് പെട്ടെന്ന് തന്നെ ജൂലിയെ പിടിക്കാൻ കേട്ടോ. മോനെ നീ അതിന്റെ ഉള്ളിലേക്ക് പോകണ്ട, വാ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് അവനെ ബലമായിട്ട് തന്നെ ജൂലിയും ബാക്കിയുള്ള പോലീസുകാരൊക്കെ കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. പിന്നീട് അവനെ നന്നായി പരിശോധിച്ചതിന് ശേഷം ഒരു ഡോക്ടർ വന്നിട്ട് പറയുകയാണ്, മെന്റലി അവന് നല്ല ബുദ്ധിമുട്ടുണ്ട്, സൈക്കോളജിക്കലായിട്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ അവന് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ കുറച്ച് ദിവസം കെടുത്തണം, നല്ല രീതിയിൽ തന്നെ ശുശ്രൂഷിക്കണം. അപ്പോൾ ഇപ്പൊ തന്നെ മനസ്സിലായി, അതായത് ആ ഒരു കുട്ടിയെ ലൂക്കയെ എന്തായാലും ജൂലി എടുത്ത് തലയിൽ വെക്കും. അപ്പൊ അവളെ എതിർക്കാണ്. പക്ഷെ ജൂലിയ പറയാണ്, ഇല്ല ഇല്ല, എന്ത് തന്നെ സംഭവിച്ചാലും ശരി, അവനിപ്പോ ആരുമില്ല, അവൻ എന്റെ സ്റ്റുഡന്റ് ആണ്, അവനെ ഞാൻ നോക്കിയേ മതിയാവൂ. ഇതേ സമയം തന്നെ ആ ഒരു മുറിയിൽ ഇരുന്നുകൊണ്ട് ലൂക്ക അവന് സംഭവിച്ച, അവന്റെ കുടുംബത്തിന് സംഭവിച്ച ആ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പൊ ആ നടന്ന സംഭവം നിങ്ങൾക്ക് ഞാൻ അതുപോലെ പറഞ്ഞു തരാൻ പോവാണ്. കഥയുടെ ആരംഭത്തിൽ വെച്ച് തന്നെ ലൂക്കയുടെ അച്ഛനായിട്ടുള്ള ഫ്രാങ്കിന് എന്തോ ഒന്ന് സംഭവിച്ചില്ല, എന്താണെന്ന് ഇപ്പോഴും കാണിച്ചിട്ടില്ല കേട്ടോ. അതിനുള്ള ഉത്തരമൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അതായത് ആ ഒരു സംഭവത്തോട് കൂടിയിട്ട് ലൂക്കയുടെ അച്ഛൻ ഫ്രാങ്കിന് എന്തോ ഒരു അസുഖം വന്നിട്ടുണ്ട്. ചോരയെല്ലാം ഛർദ്ദിച്ച് ശരീരമൊക്കെ എന്താ പറയാ, ചോരയെല്ലാം ഞരമ്പുകളൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ട് ഒരു പ്രത്യേക രൂപത്തിലായി മാറുകയാണ്, ഒരു മൃഗത്തിനെ പോലെ പെരുമാറുകയാണ്. അതേപോലെ രണ്ട് കുട്ടികളെയും ഫ്രാങ്കിനെയും ഐഡനെയും നോക്കിയിട്ട് പറയുന്നുണ്ട്, അച്ഛൻ അസുഖമാണ് മക്കളെ, അച്ഛന്റെ അടുത്തേക്ക് വരല്ലേ, ഈ മുറിയിലേക്ക് നിങ്ങൾ കയറല്ലേ. ചില സമയത്ത് ഈ ഫ്രാങ്കിന് ഈ കുട്ടികളെ തന്നെ പിടിച്ച് തിന്നണം എന്ന് തോന്നുമ്പോൾ അയാൾ എന്ത് കാട്ടുന്ന അറിയോ, പെട്ടെന്ന് തന്നെ വാതിൽ പുറത്തു നിന്ന് അങ്ങ് പൂട്ടിക്കളയും. പിന്നെ കുറച്ച് നോർമൽ ആകുന്ന സമയത്ത് അവിടെ കുറെ ഇരുമ്പുകളുടെ എന്താ പറയാ ഈ കുറ്റികളൊക്കെ വെച്ചിട്ട് പുറത്തിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. മോനെ ഞാൻ ഇങ്ങനത്തെ രീതിയിൽ പെരുമാറുകയാണെങ്കിൽ ഇതെല്ലാം നീ ലോക്ക് ചെയ്യണം. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തത് ലൂക്കയുടെ അച്ഛനായിട്ടുള്ള ഫ്രാങ്ക് തന്നെയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഫ്രാങ്കിന്റെ അനിയനായിട്ടുള്ള ഐഡനും ഇതേ അവസ്ഥ തന്നെ വരികയാണ് കേട്ടോ. ആ വാതിൽ മുട്ടി അച്ഛനെ വിളിക്കാണ്. അച്ഛൻ്റെ അടുത്ത് അവൻ പറഞ്ഞോ, അച്ഛാ ഇവനും ഇത് അസുഖം വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഐഡനെയും ആ ഒരു മുറിയിലേക്ക് വലിച്ചെടുക്കുകയാണ് ലൂക്കയുടെ അച്ഛനായിട്ടുള്ള ഫ്രാങ്ക്. ഈ ഒരു കാര്യമായിരുന്നു അന്ന് ഈ ലൂക്കയുടെ വീട്ടിൽ വെച്ച് നടന്നത് കേട്ടോ. ആ ഒരു കാര്യം ഹോസ്പിറ്റലിലെ മുറിയിൽ നിന്ന് അവനിങ്ങനെ ചിന്തിക്കുകയാണ്. ഇപ്പൊ ലൂക്ക സേഫ് ആയതുകൊണ്ട് തന്നെ ജൂലിയും പോളും കൂടിയിട്ട് ഇതിന്റെയൊക്കെ ഉത്തരം തേടിക്കൊണ്ട് തന്നെ ആ ഒരു പ്രൊഫസറിന്റെ അടുത്തേക്ക് പോവുകയാണ്. അദ്ദേഹത്തിനോട് എല്ലാ കാര്യങ്ങളും ഇവർ പറയുകയാണ്. ആ ഒരു സംഭവ സ്ഥലത്ത് വെച്ച് ഇവർക്ക് കിട്ടിയ ആ ഒരു കൊമ്പ് പ്രൊഫസറിന് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പയ്യനുണ്ട്, അവൻ വല്ലാത്ത രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ വരക്കുന്നുണ്ട്. ആ ഒരു ചിത്രങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പൊ ജൂലിയ ഈ പ്രൊഫസറിന് കാണിച്ചു കൊടുക്കുകയാണ്. അവൻ വരച്ച ആ ചിത്രവും അതുപോലെ തന്നെ ഇപ്പൊ കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ള ആ ഒരു കൊമ്പും എല്ലാം കണ്ടപ്പോൾ തന്നെ പ്രൊഫസറിന് കാര്യം മനസ്സിലായിട്ടുണ്ട്. അതെല്ലാം അവിടെ വെച്ചിട്ട് പ്രൊഫസർ ഇപ്പൊ ഒരു വലിയ പഴയ പുസ്തകം എടുത്തിട്ട് ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ ഒരു ചിത്രം കാണിച്ചു കൊടുക്കുകയാണ്. ഇതിനെയാണ് അവൻ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രത്യേക തരത്തിലുള്ള മൃഗത്തിന്റെ ചിത്രമായിരുന്നു, ഒരു ഡ്രോയിങ് ആയിരുന്നു അത്. ഇതിന്റെ പേരാണ് വെൻഡിഗോ. പുരാണങ്ങളിലും അതുപോലെ തന്നെ കെട്ടുകഥകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേകതരം ജീവി തന്നെയാണ്. അതായത് നമ്മുടെ ഹിമാലയത്തിലെ യതി എന്നൊക്കെ പറയില്ല, അതുപോലെയുള്ള ഒരു ജീവി. ഒരിക്കലും അടങ്ങാത്ത വിശപ്പാണ് ഈ ഒരു ജീവിക്കുള്ളത്. അതുപോലെ തന്നെ തണുപ്പ് കാലങ്ങളിലായിരിക്കും ഇത് ഏതോ ഒരു ലോകത്ത് നിന്നും ഇങ്ങോട്ടേക്ക് വരിക. പക്ഷെ അതൊരു സാധാരണ ജീവിയല്ല, അതിന് ഈ സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മാവുമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ശരീരത്തിലേക്ക്, ഒരു മനുഷ്യ ശരീരത്തിലേക്ക് അതിന് കയറാൻ കഴിയും. അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിലേക്കും അതിന് എളുപ്പത്തിൽ കയറാൻ കഴിയും. മനുഷ്യരുടെ ആത്മാവുമായിട്ട് ബന്ധമുള്ള പൈശാചികമായിട്ടുള്ള നരഭോജിയായിട്ടുള്ള ഒരു ക്രിയേച്ചർ തന്നെയാണിത്. ഇതെല്ലാം കേട്ട സമയത്ത് പോളി ചിരിക്കാണ് കേട്ടോ. ഇതെല്ലാം മിത്തല്ലേ, പുരാണ കഥകളല്ലേ, കെട്ടുകഥകളല്ലേ. പ്രൊഫസർ ഇപ്പൊ പറയുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി, എന്തായിരുന്നാലും അതിനെ നശിപ്പിക്കണമെങ്കിൽ അത് ഏറ്റവും വീക്കായി നിൽക്കുന്ന, ദുർബലനായി നിൽക്കുന്ന സമയത്ത് അതിന്റെ ഹൃദയത്തെ കുത്തിക്കേറി പുറത്തെടുക്കണം, അത് നശിപ്പിക്കണം. പിന്നീട് ഇവർ രണ്ടുപേരും ഇങ്ങനെ പോവാണ് കേട്ടോ. ആ പോകുന്ന സമയത്തൊക്കെ പോൾ വിചാരിക്കുന്നത് ഒരിക്കലും ഇതൊരു സത്യമാവാതിരിക്കട്ടെ എന്നായിരുന്നു. അപ്പൊ തന്നെ ഈ പോളിനൊരു കോള് വരികയാണ്, ഒരു മരണം നടന്നിട്ടുണ്ടെന്ന്. റെയിൽവേ ട്രാക്കിന്റെ അടുത്താണ്. അതുപോലെ തന്നെ ആ ഒരു ലൊക്കേഷനിലേക്ക് ഇപ്പൊ ജൂലിയും കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ പോള് പോവാണ് കേട്ടോ. രാത്രി ആയിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു മൃതദേഹം അതിന്റെ ആ ഒരു കോലൊക്കെ കണ്ടിട്ട് അവിടെയുള്ള ഡോക്ടേഴ്സിന്റെ അടുത്ത് പറയുന്നത്, എനിക്ക് നിങ്ങളൊരു കാര്യം ഉറപ്പുതാ, അങ്ങനെയാണെന്ന് പറ, ട്രെയിൻ തട്ടിയല്ലേ ഈ കൊലത്തിലായത്. ഒരു നിരാശയോടും അതുപോലെ തന്നെ ഒരു ഭയത്തോടും കൂടി ആ ഒരു പോലീസുകാരൻ പറയാണ്, തീർച്ചയായിട്ടും അല്ല കേട്ടോ, ഈ മനുഷ്യന്റെ പകുതിയോളം എന്തോ ഒന്ന് തിന്ന് തീർത്തതാണ്, അല്ലാതെ ചെതിരി കിടന്നതല്ല. ഇപ്പൊ പോളിന് ആകെ മാനസികമായിട്ട് തന്നെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ വരികയാണ് കേട്ടോ. അവനിപ്പോ ജൂലിയ അടുത്ത് ചെന്ന് പറയാണ്, ജൂലിയ ഞാൻ എന്താണ് വിശ്വസിക്കേണ്ടത്, ആ കെട്ടുകഥകളെയോ അല്ലെങ്കിൽ പുരാണത്തിൽ പറഞ്ഞ ആ ഒരു ജീവിയെ കുറിച്ചോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ജൂലിയയ്ക്കും പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടായിട്ടില്ല കേട്ടോ. ജൂലിയ ഇപ്പൊ അവനെയും കൂട്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അവിടുന്ന് ലൂക്കയും കൂട്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് തന്നെ പോവാണ് കേട്ടോ. ഇപ്പൊ ലൂക്ക ഉള്ളത് ജൂലിയയുടെ വീട്ടിലാണല്ലോ. അവരുടെ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ സേഫ്റ്റിക്കും വേണ്ടിയിട്ട് പോൾ അവന്റെ ഒരു അസിസ്റ്റന്റ്, ഒരു കോൺസ്റ്റബിളിനെ കാവൽ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
ആ ഒരു വീടിന്റെ അവിടെ എത്തിയ സമയത്ത് തന്നെ ആ ഒരു കോൺസ്റ്റബിൾ ആ ഒരു ചുറ്റുവട്ടത്ത് നിന്ന് ഒരു പ്രത്യേക രീതിയിലുള്ള കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ വീടിന്റെ ഉള്ളിൽ വെച്ചിട്ട് ജൂലിയും ലൂക്കയും അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് കേട്ടോ. അതായത് ലൂക്കയെ മാനസികമായിട്ട് എന്താ പറയാ ഒന്ന് പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ജൂലി ശ്രമിക്കുന്നത്. ഡോക്ടർ പറഞ്ഞിരുന്നു അവന് നന്നായിട്ട് തന്നെ കെയർ ചെയ്യണം, അതുകൊണ്ട് തന്നെയാണ് ജൂലിയ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ സമാധാനത്തിൽ ജൂലിയ ആ കാര്യം പറയുകയാണ്. ലൂക്ക, നിന്റെ അച്ഛൻ മരിച്ച കാര്യം നീ അറിഞ്ഞിരുന്നോ? പക്ഷെ അവന്റെ മുഖത്ത് വലിയ ദുഃഖം അങ്ങനെയൊന്നും കണ്ടില്ല കേട്ടോ. അവൻ പറയുകയാണ് അത് മരിച്ചുപോയത് എന്റെ അച്ഛനല്ല, അതെന്റെ പഴയ അച്ഛനാണ്. പുതിയ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എന്റെ അനിയൻ ഐഡൻ ഉണ്ടല്ലോ അവന്റെ ഉള്ളില്, പക്ഷെ ഐഡന് പോലും അറിയില്ല അവന്റെ ഉള്ളിൽ എന്റെ അച്ഛനുണ്ടെന്ന്. ഈ സമയത്ത് ജൂലിയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോബ്ര എന്ന സിനിമയിൽ സലീം കുമാർ പറഞ്ഞതുപോലെ ഈ ഞാൻ ഇവിടെ ഇല്ല, ഈ ഞാൻ മറ്റെവിടെയാണ് എന്ന് പറഞ്ഞതുപോലെ അത് കേട്ട് നിൽക്കുന്നവരുടെ അവസ്ഥ പോലെ ഒന്നും മനസ്സിലാവാതെ തന്നെ ജൂലി അവനെ നോക്കി ഇങ്ങനെ നിൽക്കാണ് കേട്ടോ. ഈ ചെക്കൻ എന്താ ഈ പറയുന്നത്? ഇതേ സമയം തന്നെ ആ വീടിന്റെ പരിസരത്ത് നിന്നും ഒരു പ്രത്യേക രീതിയിലുള്ള കരച്ചിൽ കേട്ടിട്ട് ഇപ്പൊ ആ ഒരു കോൺസ്റ്റബിൾ അങ്ങോട്ടേക്ക് തന്നെ പോവാണ് കേട്ടോ. ഇപ്പൊ ഉള്ളിലുണ്ടായിരുന്ന ജൂലിയക്ക് ലോക കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കാണ് ആ ഒരു ചിത്രം കാണിച്ചിട്ട്. ഈ ചിത്രത്തിലുള്ളത് പോലെ തന്നെ അവ വരുന്നത് മനുഷ്യന്റെ ഉള്ളിൽ നിന്നാണ്, എന്റെ അച്ഛന്റെയും ഐഡന്റെയും ഉള്ളിൽ നിന്ന്. തീർച്ചയായിട്ടും എന്നെ കൂട്ടാൻ അത് ഇങ്ങോട്ടേക്ക് തന്നെ വരും, അതെനിക്ക് ഉറപ്പാണ്. അതേ സമയത്ത് തന്നെ പുറത്തു നിന്നും ഒരു വല്ലാത്ത മുരൾച്ച ഒരു കരച്ചിൽ കേൾക്കുകയാണ് കേട്ടോ. ജൂലിയ ആകെ ഞെട്ടിപ്പോവാണ്. പക്ഷെ ലോക്കയ്ക്ക് അങ്ങനെ ഒരു പേടിയോ ഭയമോ ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. പെട്ടെന്ന് തന്നെ ജൂലിയ ഈ ലോക്കയുമായിട്ട് വീടിന്റെ സേഫ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് തന്നെ അങ്ങ് പോവാണ്. ഇതേ സമയം പുറത്തുണ്ടായിരുന്ന ആ ഒരു കോൺസ്റ്റബിൾ ശബ്ദം കേട്ട കരച്ചിൽ കേട്ട ആ ഒരു ഭാഗത്തേക്ക് പോവാണ്. അതായത് ഇവരുടെ വീടിന്റെ ആ ഒരു ഷെഡിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് കരച്ചിൽ കേൾക്കുന്നത്. ആരുടെ? ഈ ജൂലിയുടെയും പോളിന്റെയും വീടിന്റെ ഷെഡിന്റെ ഉള്ളിൽ. ഈ ഒരു കാര്യം ഈ കോൺസ്റ്റബിൾ പെട്ടെന്ന് തന്നെ പോളിനെ വിളിച്ചറിയിച്ചിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പോൾ പെട്ടെന്ന് കാറുമായിട്ട് അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇതേ സമയം കോൺസ്റ്റബിൾ ആ ഒരു ഷെഡിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. കയ്യിൽ ഗണ്ണൊക്കെ ഉണ്ട് കേട്ടോ. അതിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു കരച്ചിൽ ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കുകയാണ്. പതി ആ ഒരു കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ടോർച്ച് ഒന്ന് അടിച്ചു നോക്കുന്ന സമയത്ത് അവിടെ ഒരു മരത്തിന്റെ പെട്ടിന്റെ ഉള്ളിലായിട്ട് ഈ ലോക്കയുടെ അനിയനുണ്ടല്ലോ ഐഡൻ, അവനെ കാണുകയാണ്. ഈ കാര്യം പെട്ടെന്ന് തന്നെ പോളിനെ വാക്കി ടോക്കിയിലൂടെ അറിയിക്കുകയാണ് ഈ കോൺസ്റ്റബിൾ. അവനെ കണ്ടെത്തിയിട്ടുണ്ട്, ഐഡൻ ഇവിടെ ഉണ്ടെന്ന്. ആ പറയുന്ന അതേ നിമിഷം തന്നെ ഈ കോൺസ്റ്റബിളിന്റെ പിന്നിൽ നിന്നും ആ ഒരു ജന്തു അയാൾ അറ്റാക്ക് ചെയ്യാണ്. നെഞ്ച് കൂട് തന്നെ പൊളിഞ്ഞു പോവാണ് കേട്ടോ. ആ സമയത്ത് അയാളുടെ കയ്യിൽ നിന്നും അറിയാതെ ആ ഒരു തോക്ക് പൊട്ടി പോവാണ്. ഈ ഒരു ശബ്ദം വീടിന്റെ ഉള്ളിൽ നിന്നും ജൂലിയ കേൾക്കുന്നുണ്ട്. അവളിപ്പോ ലോക്കയെ അടക്കി പിടിച്ചിങ്ങനെ പേടിച്ച് ഭയന്നിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ഇപ്പോൾ പോലീസുകാരനായിട്ടുള്ള പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. പോള് പിന്നീട് ഗണ്ണുമായിട്ട് നേരെ പോകുന്നത് ആ വിറക് ഷെഡിന്റെ അടുത്തേക്കാണ്. അവിടെ എത്തി നോക്കുമ്പോൾ അവിടെ കണ്ട് കാഴ്ച കണ്ടിട്ട് പോൾ ഞെട്ടിപ്പോവാണ് കേട്ടോ. കാരണം നെഞ്ചുകൂടി പിളർന്നു കിടക്കുന്ന ആ കോൺസ്റ്റബിളിനെയാണ് കാണുന്നത്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മരപ്പെട്ടിയുടെ ഉള്ളില് ഐഡൻ ഉണ്ടായിരുന്നു. പക്ഷെ ഐഡനെ കണ്ട അതേ സമയത്ത് തന്നെ പിന്നിൽ നിന്നും എന്തോ ഒരു വലിയ പ്രഹരം ഏൽക്കാണ് ഇപ്പൊ ഈ പോളിന്. ആ ഷെഡിന് തന്നെ ഒരു ഭാഗത്തേക്ക് തെറിച്ചു പോയി വീഴാണ്. ആ ഒരു വീഴ്ചയിൽ കയ്യിലുണ്ടായിരുന്ന കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഉണ്ടല്ലോ അതിന്റെ വയറുകളൊക്കെ പൊട്ടിപ്പോവാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പോലീസുകാർക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. പേടിച്ച് വിറച്ച് ആ ഷെഡിന്റെ ആ മൂലയ്ക്ക് അവനിങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ആ ഷെഡിന്റെ ഒരു ഭാഗം മരത്തിന്റെ ഷെഡാണ് കേട്ടോ. അത് തകർത്തുകൊണ്ട് എന്ത് കൊമ്പ് പോലെയുള്ള ഒരു വസ്തു വന്നിട്ട് അവന്റെ കൈന്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതിന്റെ ഉള്ളിലേക്ക് തുളച്ചങ്ങനെ കയറുകയാണ്. അവന് വലിച്ച് പുറത്തേക്ക് എടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ പോള് അവിടെ ഉണ്ടായിരുന്ന കൈക്കോട്ടോ കോടാലിയോ എന്തോ ഒന്ന് ഉപയോഗിച്ചിട്ട് ആ ഒരു ജീവിയെ പ്രതിരോധിക്കുകയാണ് കേട്ടോ. പക്ഷെ ആ ജീവി വിടുന്ന ലക്ഷണമൊന്നുമില്ല. ക്രൂരമായിട്ട് തന്നെ ഈ പോളിനെ അത് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് പോള് മരിച്ചില്ല കേട്ടോ. ആ ഒരു ജീവി ഇപ്പൊ അവിടുന്ന് പോവാണ്. ഇതേ സമയം തന്നെ വീടിന്റെ ഉള്ളിൽ നിന്നും ജൂലിയ ശബ്ദമൊന്നും കേൾക്കാത്തത് കൊണ്ട് തന്നെ പുറത്തേക്ക് വരികയാണ് കേട്ടോ. ഷെഡിന്റെ അടുത്തേക്ക് പോവാണ്. അവൾ ചെന്ന് നോക്കുമ്പോൾ ചോര ഒലിപ്പിച്ച് കിടക്കുന്ന അവളുടെ അനിയനെയാണ് കാണുന്നത്, പോളിനെ. അവൾ വേഗം തന്നെ പോളിന്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട്. അവന്റെ കയ്യിൽ മുറിവുകളൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കാണ് കേട്ടോ. കൈയാണെങ്കിലോ ആകെ രക്തം നിറഞ്ഞു കിടക്കാണ്. അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ അവളുടെ കയ്യിൽ നിന്നും ലോക്കയെ നഷ്ടമായിട്ടുണ്ട്. ഇപ്പൊ അവൾ പോകാൻ നിൽക്കുന്ന സമയത്ത് ഈ പോള് പറയുന്നുണ്ട്, നീ ഒറ്റയ്ക്ക് പോകല്ലേ, ദയവ് ചെയ്തിട്ട് എന്നെ കൂടെ കൊണ്ടുപോകും. അതനുസരിക്കാതെ ജോലിയൊക്കെ നിവർത്തി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പൊ പോളിനെയും ആ ഒരു ജീപ്പിൽ കയറ്റിക്കൊണ്ട് തന്നെ നേരെ പോവാണ്. എങ്ങോട്ടേക്കെന്നല്ലേ, അതായത് കഥയുടെ ആരംഭത്തിൽ തന്നെ കാണിച്ച ആ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക്. അവിടെ വെച്ചാണ് ഇതിന്റെ എല്ലാത്തിന്റെയും തുടക്കമെന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ രഹസ്യം മനസ്സിലാക്കാനും അതുപോലെ തന്നെ ചിലപ്പോൾ ലോക്കയെ രക്ഷിക്കാനും കഴിഞ്ഞേക്കും എന്നവർ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് പോയത്. ഇപ്പൊ പോളിനെ വണ്ടിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ജൂലിയ എന്താ പറയാ ധൈര്യമൊന്നും ഇല്ല, എന്നിരുന്നാലും ആ ഒരു ഗണ്ണ് ഉപയോഗിച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. എന്തോ ഒരു ഖനി പോലെയുള്ള ഒരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നത്. അവളിങ്ങനെ പതി അതിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഈ എന്താ പറയാ കനമുള്ള വസ്തുക്കളൊക്കെ തള്ളിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ട്രാക്കുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. മാത്രമല്ല ആ ഒരു തുരങ്കത്തിന്റെ ഉള്ളിലേക്ക് പോകും തോറും വല്ലാത്തൊരു ദുർഗന്ധമായിരുന്നു ജൂലിയക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. എന്നിരുന്നാലും അവൾ ഉള്ളിലേക്ക് പോവാണ്. കുറച്ചങ്ങ് എത്തിയ സമയത്ത് ഇരുട്ടിന്റെ മറവിലായിട്ട് ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ അവിടെ ഇപ്പൊ ലോക്കയും ഐഡൻ ഉണ്ടായിരുന്നു. മക്കളെ വാ, ലോക്ക വാ, വേഗം വാ, ഇങ്ങോട്ട് വാ എന്നൊക്കെ ഇപ്പൊ ജൂലിയ വിളിക്കുന്നുണ്ട്. അതേസമയം തന്നെ മറ്റൊരു ശബ്ദം, മറ്റൊരു കരച്ചിൽ കൂടെ ഇവൾ കേൾക്കുകയാണ്. എന്തായിരുന്നു എന്നല്ലേ. അങ്ങോട്ടേക്ക് ഇപ്പൊ പതിയെ ജൂലിയ നോക്കുമ്പോൾ ആ ഒരു മൃഗത്തെയാണ് അവൾ കണ്ടത്. അതായത് പ്രൊഫസർ കാണിച്ചു കൊടുത്തില്ലേ ഒരു ഡയഗ്രാം, അതുപോലെയുള്ള ഒരു മൃഗം. കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മാനിനെ പോലെ. പക്ഷെ അതിന്റെ വയറിന്റെ ഭാഗത്തൊന്നും പ്രത്യേകിച്ച് ഒന്നും ഇല്ല. പക്ഷെ തലയുടെ ഭാഗമാണെങ്കിലോ ആനയുടെ തലയുടെ വലുപ്പം, അതുപോലെ തന്നെ അതിൽ നിറയെ കൊമ്പുകൾ. ഒരു ഭീകര ജന്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭീകര ജന്തു തന്നെ. അതിന്റെ വയറിന്റെ ഉള്ളിൽ നിന്നും എന്തോ ഒന്ന് കത്തുന്നത് പോലെയുള്ള അങ്ങനെ ഒരു തൊലിയായിരുന്നു അതിന്റേത്. അതിപ്പോ നമ്മുടെ ജൂലിയെ കണ്ടിട്ടുണ്ട്. ജൂലി അത് തട്ടി മാറ്റുകയാണ് കേട്ടോ. അവളുടെ കയ്യിൽ നിന്നും ആ ഒരു ടോർച്ച് തെറിച്ചു പോയിട്ടുണ്ട്. എന്നിരുന്നാലും ഭയം കൊണ്ട് കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ഉപയോഗിച്ചിട്ട് അവൾ എങ്ങോട്ടെന്നില്ലാതെ ഷൂട്ട്
ചെയ്യാണ് കേട്ടോ. പക്ഷെ ആ ഒരു ജീവി ഉണ്ടായിരുന്നത് അവളുടെ തൊട്ട് പിന്നിലായിരുന്നു. അതിന്റെ മുഖഭാഗത്ത് ഈ ലൂക്കയുടെ അച്ഛന്റെ ഫ്രാങ്കിന്റെ ആ ഒരു മുഖത്തിന്റെ തൊലി ഉണ്ടായിരുന്നു. അതിപ്പോ അത് പറിച്ചു കളയാണ്, കാരണം പുതിയ രേരയെ കിട്ടിയിരിക്കുന്നു. പുറകിൽ നിന്നും അവളെ തട്ടി തെറിപ്പിക്കുകയാണ് കേട്ടോ. അവള് തെറിച്ചു പോയിട്ട് എവിടെയോ വീഴുകയാണ്. ഇതൊരു ഗനി ആയതുകൊണ്ട് തന്നെ അവിടെ ഈ വെളിച്ചത്തിന് വേണ്ടി കത്തിക്കുന്ന മെഴുകുതിരി പോലെയുള്ള എന്തോ ഒരു ഡൈനാമിറ്റ് പോലെയുള്ള എന്തോ ഒരു വസ്തു അത് അവൾക്ക് കിട്ടുകയാണ്. അത് നിലത്തൊരിച്ച് അത് കത്തിച്ചിട്ട് ആ ഒരു ജീവിയുടെ വയറ്റത്തേക്ക് തന്നെ അവൾ പെട്ടെന്ന് അങ്ങ് കുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പിപ്പാരി ഉപയോഗിച്ചിട്ട് ആ ഒരു സെക്കൻഡുകൾ കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ നടക്കുന്നത്. ഒറ്റ കുത്തം കൊടുക്കുകയാണ്. ആ ഒരു ജീവി ഇങ്ങനെ പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ പിന്നീട് പതിയെ പതിയെ ആ ഒരു കമ്പിപ്പാര അതിന്റെ ദേഹത്ത് നിന്നും അത് തന്നെ ഊരിയെടുക്കുകയാണ്. അത് പിന്നെയും ജൂലിയെ ആക്രമിക്കാൻ പോകുന്ന സമയത്ത് അതിന്റെ പിന്നിൽ നിന്നും മറ്റാരോ ഒരു കത്തി വെച്ച് കുത്തുകയാണ്. ആരായിരിക്കും അത്? ഇപ്പൊ ആ ഒരു ജീവി അവിടെ വീണ് പോയിട്ടുണ്ട്. ജൂലിയെ നോക്കുമ്പോൾ ആരായിരുന്നോ? ലൂക്ക തന്നെയായിരുന്നു ആ ഒരു കത്തി വെച്ച് ആ ഒരു ജീവിയെ കുത്തിയത്. എന്നിരുന്നാലും ആ ഒരു ജീവി നശിച്ചിട്ടില്ല. ആ ജീവി നശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ നെഞ്ച് കയറി ഹൃദയം പുറത്തെടുക്കണം, അത് നശിപ്പിക്കണം. അവള് പെട്ടെന്ന് തന്നെ ഈ ലൂക്കയുടെ കയ്യിൽ നിന്നും ആ കത്തി മേടിച്ചിട്ട് ആ ഒരു ജീവിയുടെ നെഞ്ചത്ത് തന്നെ കുത്തി കയറ്റിയിട്ട് ആ ഒരു ഹൃദയം പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ലൈറ്റ് കത്തുന്നത് പോലെയായിരുന്നു അതിന്റെ ഹൃദയം ഉണ്ടായിരുന്നത്. ആ ഹൃദയം അവളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കരച്ചിൽ കേൾക്കുകയാണ് കേട്ടോ. ആ ഹൃദയം അവൾ താഴെ വെച്ചു. ആ കരച്ചിൽ എന്താ പറയാ, ഒരു ചെറിയ കുട്ടിയുടെ ദയനീയമായിട്ടുള്ള കരച്ചിലായിരുന്നു. ആരുടേതായിരുന്നോ? ലൂക്കയുടെ അനിയനായിട്ടുള്ള ഐഡന്റെ കരച്ചിൽ. അവനിപ്പോ നോക്കുകയാണ് ജൂലിയ. ആ സമയത്ത് അവന്റെ ദേഹമൊക്കെ ആകെ തിളങ്ങാണ്, ഒരു പ്രത്യേക തരത്തിലുള്ള ചുവന്ന നിറത്തിലേക്ക് വരികയാണ്. അവന്റെ കണ്ണിൽ നിന്ന് ഒരു പ്രത്യേക തരം ദ്രാവകം ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. അതായത് ആ ഒരു ജീവി ഇവന്റെ ഉള്ളിലേക്ക് പൂർണ്ണമായിട്ട് കടന്നു കളഞ്ഞിട്ടുണ്ട്. അതായത് അതൊരു ആത്മാവ് പോലെയാണ്. അതുപോലെ തന്നെ ഒരു പൈശാചികമായിട്ടുള്ള നരഭോജിയും. ഇപ്പോ ഈ ഐഡനെ കൊല്ലുകയല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ലെന്ന് മനസ്സിലാക്കിയ ജൂലിയ കത്തിയുമായിട്ട് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. പക്ഷെ ലൂക്ക അവന്റെ മുന്നിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ ജൂലിയ അടുത്ത് പറയാണ് അവന് ചെറിയൊരു അസുഖമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ലൂക്കയുടെ മുഖത്ത് നോക്കിയിട്ട് ജൂലിയ പറയാണ് നിനക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയില്ലേ, മനസ്സിലാക്കാൻ കഴിയില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്? മനസ്സില്ല മനസ്സോടെ തന്നെ ഇപ്പൊ ലൂക്ക മാറി ഇന്ന് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പൊ ജൂലി ചെന്നിട്ട് ഐഡനെ കെട്ടിപ്പിടിക്കുകയാണ്. അവന്റെ പുറകിലൂടെ കത്തി കുത്തി കയറ്റാണ്. അല്ലാതെ മറ്റൊരു മാർഗ്ഗവും ഇല്ലായിരുന്നു. വിപത്താണിത്, മഹാവിപത്താണിത്. അതുകൊണ്ട് തന്നെ അവനെ കൊന്നുകളയാണ്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം തീർന്നിട്ടുണ്ട് കേട്ടോ. ഇവരെല്ലാവരും ആ ഒരു നദിക്കരയിലേക്ക് പോവാണ്. കൈയും കാലെല്ലാം കഴുകാണ് കേട്ടോ. അവിടെ ഇപ്പോ ജൂലിയുടെ ബ്രദർ ആയിട്ടുള്ള പോളും ഉണ്ട്. ഇനി എന്താണ് കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുന്ന സമയത്ത് ലൂക്കയെ ഞാൻ കൂടെ കൂട്ടാൻ പോവാന്ന് ജൂലിയ പറയാണ് കേട്ടോ. എന്നിട്ട് ലൂക്കയും കൂട്ടിയിട്ട് ജൂലി അവിടുന്ന് പോവാണ്. അങ്ങനെ അവസാനമായിട്ട് കാണിക്കുന്നത് പോളിനെയാണ് കേട്ടോ. പോളിന് ഇപ്പൊ എന്തൊക്കെയോ ബുദ്ധിമുട്ട് കണ്ണിലും അതുപോലെ തന്നെ വായിലും വരികയാണ്. വല്ലാത്ത രീതിയിൽ ചുമച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കണ്ണിൽ നിന്നും എന്തോ ഒലിക്കുന്നത് കണ്ടിട്ട് പോള് അറിയാതെ തന്നെ അതൊന്ന് കയ്യിലേക്ക് എടുത്ത് നോക്കുകയാണ് കേട്ടോ. ചോര പോലെയാണോ ചളി പോലെയാണോ എന്നൊന്നും പറയാൻ കഴിയാത്ത ഒരു പ്രത്യേക തരത്തിലുള്ള ദ്രാവകമായിരുന്നു എന്ന്. കാര്യം എന്താന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? വെൻഡിഗോ, ആ മൃഗം അത് നശിച്ചിട്ടില്ല. അതിന് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പെട്ടെന്ന് തന്നെ മാറാൻ കഴിയുമെന്ന് പ്രൊഫസർ പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പോളിന്റെ ഉള്ളിലേക്ക് പൈശാചികമായിട്ടുള്ള നരഭോജിയായിട്ടുള്ള ആ ഒരു ആത്മാവ് കയറിയിട്ടുണ്ട്. ഇതും കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ തീരുകയാണ് കേട്ടോ. മിക്കവാറും ഇതിനൊരു രണ്ടാം ഭാഗം ഉണ്ടാവും. രണ്ടാം ഭാഗം ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കഥയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. അതുപോലെ തന്നെ അഭിപ്രായം കമന്റ് ബോക്സിലൂടെ അറിയിക്കുന്ന കാര്യം മറക്കാതിരിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ചാനൽ ഒരു അടിപൊളി കഥ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.